നമസ്കാരം. യാത്രയ്ക്ക് ശേഷം എന്ന വിഷയത്തെക്കുറിച്ച് ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ അവലോകന ചർച്ചയിൽ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. തീർച്ചയായും ഈ അവലോകന യോഗം സംഘടിപ്പിച്ചത് വളരെ ശ്ലാഘനീയമാണ്. ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ എന്തെല്ലാം പഠിച്ചു, ഇനി എന്തെല്ലാം ആസൂത്രണം ചെയ്യണം, അതിൻ്റെ പോരായ്മകൾ എന്നീ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഞാനും ഈ യാത്രയിൽ ഭാഗവാക്കായിരുന്നു എന്നുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ബ്രൈറ്റ് അക്കാദമി മുൻപും ഇതുപോലുള്ള യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ യാത്രയുടെ ഭാഗവാക്കായി മാറിയിട്ടുണ്ട്. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന യാത്രകൾ മറ്റു യാത്രകളിൽ നിന്നും വിഭിന്നമായി അതൊരു പഠന വിനോദ യാത്ര കൂടിയാണ്. നമ്മൾ യാത്ര സംഘടിപ്പിക്കണം എന്നൊരാവശ്യം ഉയർന്നു വന്നപ്പോൾ ഫൈസൽ സാറ് ആദ്യമായി ബന്ധപ്പെടുന്നത് ഷിഹാബ് താനാളൂർ എന്ന വ്യക്തിയെയും കൂടാതെ എന്നെയും അങ്ങനെ 3 പേരെയുമാണ് നമുക്കുടനെ ഒരു യാത്ര സംഘടിപ്പിക്കണം, അതിൻ്റെ ഡെസ്റ്റിനേഷൻ ഇന്നതാവണം എന്നെല്ലാം ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനിച്ചു. ഒരാഴ്ച കൊണ്ട് തന്നെ ഈ യാത്ര സംഘടിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ബ്രൈറ്റ് അക്കാദമിക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ യാത്രയുടെ ഭാഗഭാക്കായിരുന്നു. കയറിയ ഉടനെ തന്നെ ഒരു മെഡിറ്റേഷനും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഫൈസൽ സാറിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചു. സാറ് കയറിയ ഉടനെ തന്നെ നമുക്ക് തന്ന നിർദ്ദേശം, നിങ്ങളുടെ വയസ്സിൻ്റെ 2ാമത്തെ അക്കം വെട്ടിമാറ്റി ആദ്യത്തെ അക്കം ആയ ആ സംഖ്യ ആണ് നമ്മുടെ വയസ്സ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വേണം നമ്മുടെ യാത്ര ആരംഭിക്കാനെന്നാണ്. അങ്ങനെ എല്ലാ കുട്ടികളും തൻ്റെ ബാല്യകാലത്തേക്ക് പോയി ചെറിയ കുട്ടികളെ പോലെ കളിച്ചും ചിരിച്ചും ആസ്വദിച്ചും ആ യാത്ര മുന്നോട്ട് പോയി. പ്രകൃതി കുറച്ച് അലച്ചിലുകൾ നമുക്ക് സൃഷ്ടിച്ചെങ്കിലും യാത്ര നന്നായിട്ട് ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയും. രസകരമായ തമാശകളും പ്രായമായവരെ പിഞ്ചു കുട്ടികളോടൊപ്പം നൃത്തം ചെയ്യുമ്പോഴുണ്ടായ ആഹ്ലാദങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ കോടമഞ്ഞിൻ്റെ സൗകുമാര്യം ആവോളം ആസ്വദിക്കാൻ നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് കഴിയും. യാത്ര ഒരു പുതിയ അറിവും അനുഭവവുമാണ് നമുക്ക് സമ്മാനിച്ചത് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നേരത്തെ ഇവിടെ പ്രസംഗിച്ച സൈനുദ്ദീൻ ഹാജി പറഞ്ഞു, യാത്രയെക്കുറിച്ചുള്ള തൻ്റെ വിലപ്പെട്ട അറിവുകൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ സൈനുദ്ദീൻ ഹാജി മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ
അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചു. ഇനിയും ആളുകൾ പങ്കുവയ്ക്കാനുണ്ട്. യാത്രകൾ തീർച്ചയായും മനുഷ്യന് അനിവാര്യമാണ്. ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പുതു അറിവുകൾ നേടാനും എല്ലാം യാത്രകൾ നമ്മളെ സഹായിക്കും. നമുക്കറിയാം, പഴയ കാലത്ത് ആളുകൾ ലോകത്തെക്കുറിച്ച് അറിയുന്നതിനായി യാത്രകളാണ് നടത്തിയിരുന്നത്. വാസ്കോ ഡ ഗാമയായാലും കൊളംബസ് ആയാലും ലോകം അറിയാനായി യാത്ര സംഘടിപ്പിച്ചു. പഴയകാലത്ത് യോഗ്യവര്യന്മാർ ജനത്തെ അറിയാൻ, ലോകത്തെ അറിയാൻ യാത്രകൾ സംഘടിപ്പിച്ച് അറിവുകൾ സമ്പാദിക്കുകയും സമൂഹത്തിന് പകർന്നു നൽകുകയും ചെയ്തിരുന്നു എന്നത് നമുക്കറിയാം. ഇനിയും ഈ അവലോകന യോഗത്തിൽ ആളുകൾ സംസാരിക്കാനുണ്ട് എന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല ശാന്തമായ ഒരു യാത്രയായിരുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട നന്നായി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതേപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടകൻ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മഹൽ വ്യക്തി, ഇവിടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച യാത്രയും ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു സെമിനാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാത്രയെക്കുറിച്ച് എനിക്ക് മുമ്പ് പല പ്രഭാഷകന്മാരും വളരെ വ്യക്തമായി ഇവിടെ യാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. യാത്ര യഥാർത്ഥത്തിൽ ഒരു വിനോദവും അതോടൊപ്പം അറിവും നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കേണ്ട പുരോഗതിയുടെ ഒരു പടവ് കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ പലരും യാത്ര ചെയ്ത് ശീലമുള്ള ഒരാളോട് സംസാരിക്കുമ്പോഴും യാത്ര ചെയ്യാത്ത ഒരാളോട് സംസാരിക്കുമ്പോഴും നമ്മുടെ മനോഗതി എന്തായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ്. യാത്ര ചെയ്യാതെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് നമുക്ക് തോന്നുന്നത് ഇയാൾക്ക് ലോകത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ നാട്ടിൻ്റെ പുരോഗതിയെക്കുറിച്ചോ മറ്റു സാംസ്കാരികമായ ഒരു കാര്യത്തെക്കുറിച്ചും യാതൊരുവിധ അറിവും ഇല്ലാത്ത ഒരാൾ എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് യാത്ര ചെയ്ത് പരിചയമുള്ള ആളോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാത്ത ആളുകളെ കുറിച്ചാണ് തോന്നിയേക്കാം. അപ്പോൾ അത് നമ്മളെ സൂചിപ്പിക്കുന്നത് യാത്രയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് പുരോഗതികൾക്ക് ആധാരമായ കാര്യം എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുത്ത ഒരുപാട് പുരോഗതികൾ എന്ന് പറയുമ്പോൾ വ്യാവസായികമായിട്ടായാലും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടായാലും വിദ്യാഭ്യാസപരമായിട്ടായാലും നമുക്ക് ഈ നേടിയ നേട്ടങ്ങളൊക്കെ തന്നെ യാത്രയിലൂടെ നാം നേടിയെടുത്ത അനുഭവങ്ങളാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ പ്രസംഗ പരിശീലനം പോലും നമുക്ക് ലഭ്യമായത് ഞാൻ ഏകദേശം ഇവിടെ നിന്ന് ഒരു 150 കിലോമീറ്റർ ദൂരെ നിന്ന് ഞാൻ ഇവിടെ വന്നത്, യാത്ര ചെയ്തത് എനിക്ക് ഈ പ്രസംഗം എന്ന മഹത്തായ കല സ്വായത്തമാക്കണമെന്ന അതിയായ ഒരു ഉത്കണ്ഠ ഉള്ളത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് നമ്മൾ യാത്രയിലൂടെ നേടിയെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ സൗഭാഗ്യങ്ങൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ
നമ്മൾ ഈ അനുഭവിക്കുന്ന മുഴുവൻ സൗകര്യങ്ങളുടെയും പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, ത്യാഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ യാതനകൾ നമുക്ക് നേരിൽ കണ്ടെത്താൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് പരിവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കും. ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഒരുപാട് വ്യാപാരങ്ങൾ നടത്തുന്ന ആളുകളാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മുന്നിലൊക്കെ എത്തുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ, കഷ്ടപ്പാടുകൾ, കാഠിന്യങ്ങൾ, വേർത്ത് അധ്വാനിച്ച് വെയിൽ കൊണ്ട് അവർ ചെയ്യുന്ന ആ യാതനകൾ നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ കഴിക്കുന്ന ഓരോ ഭക്ഷണ ദാരിദ്ര്യത്തിൻ്റെയും പിന്നിൽ ഒരുപാട് ആളുകളുടെ കഠിനമായ പ്രയത്നമുണ്ട് എന്നുള്ള വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു ധാന്യമണി പോലും നമുക്ക് അലക്ഷ്യമായി വലിച്ചെറിയാനോ അല്ലെങ്കിൽ കളയാനോ നമുക്ക് കഴിയില്ല എന്നുള്ള വസ്തുതകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതേപോലെ പിന്നെ നമ്മുടെ പൂർവ്വകാലങ്ങളിൽ തന്നെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രാസംഗികൻ സാർ സംസാരിക്കുകയുണ്ടായി കൊളംബസിനെ പറ്റിയും വാസ്കോ ഡ ഗാമയെ കുറിച്ചൊക്കെ. അവർ അതേപോലെ തന്നെ ചരിത്രാതീത കാലങ്ങളിൽ തന്നെ ഈ യാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നേട്ടത്തിൻ്റെ പുരോഗതിയുടെ ആധാരശില എന്നുകൂടി നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ഒരുപാട് പ്രാസംഗികൾ യാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് എൻ്റെ വാക്കുകൾ ഒരുപാട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എനിക്ക് ഈ പരിപാടിയിൽ സംസാരിക്കാൻ അവസരം തന്ന ബ്രൈറ്റ് അക്കാദമിയുടെ സംഘാടകരോട് എല്ലാ കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നല്ലൊരു എനർജിയാണല്ലേ എന്താ പറയാ, നമ്മളിങ്ങനെ ആവേശം വിളിക്കുന്ന അതൊരു മഴ വിളിക്കുന്നത് നല്ലൊരു എനർജിയാണ്. ഇനി എന്താ വേണ്ടി കഴിഞ്ഞാല് ഇങ്ങനെ അത് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായി തുടങ്ങി. ശരിക്കും മഴ എന്ന് പറഞ്ഞാൽ അറിയാം, അതൊക്കെ ഇങ്ങനെ മഴ ഇങ്ങനെ ആരംഭിക്കും, തുള്ളി തുള്ളിയിട്ട് ഇങ്ങനെ, പിന്നെ അവിടെ കത്തിക്കയറും, ശക്തമായി പോകാൻ ഭയങ്കര പേമാരി. പിന്നെ മഴ ഇങ്ങനെ തോരുക, അതൊക്കെ ഇങ്ങനെ ശാന്തമായി ഇങ്ങനെ തോറുമ്പോൾ അതൊക്കെ ഇങ്ങനെ ശാന്തമാണ്. ഈ രീതിയിലേക്ക് കൊണ്ടുവരണം ആരത് അസിസാറ്. ഇപ്പൊ അസിസാറിന് തുടക്കത്തിൽ ഇങ്ങനെ തുള്ളിയിട്ട് ഇങ്ങനെ ശാന്തമായി, അത് ശരി, അത് കറക്റ്റാണ്, അങ്ങനെ തന്നെ വന്നു. പിന്നെ കത്തിക്കയറി നല്ല പെരുമാഴ വരും. ഇനി നിർത്തുമ്പോഴും അതേപോലെ ശാന്തമായിട്ട് ഇങ്ങനെ പോകണം. ഇപ്പൊ സംഭവിച്ചത് വെച്ചാല് അതിശക്തമായ മഴ പെട്ടെന്ന് നിൽക്കും പോലെ ഫീൽ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞ ശേഷം പിന്നെ പതുക്കെ ഇനി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിക്കൊണ്ടു പോകുന്നില്ല. എനിക്ക് മുമ്പ് ഒരുപാട് ആളുകൾ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് അവസാന അല്ലേ ഇത് ഫീൽ ചെയ്താൽ അല്ലേ, ബാക്കിയെല്ലാം ഓക്കെ. ഒരു കൊടുക്കാം, തുടക്കം ഓക്കെയാണ്, വിഷയ അവതരണം ഓക്കെയാണ്, ഉപസംഹാരം ഒന്നും ചെയ്യാം, നിർത്തുന്നത് ഒന്ന് ശാന്തമായിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പേരുത്ത നികുതി ഒരു ക്ലാപ്പ് കൊടുക്കി അജയത്തിന് മൈക്കൊന്നായി ഒന്നുകൂടെ ഈ ശരിക്കും ശരിക്കാട് പറഞ്ഞിട്ട് നല്ല ക്ലാപ്പ് കൊടുക്കും. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മൂസാജി അവർ, അതുപോലെ തന്നെ ഉദ്ഘാടകൻ ഫൈസൽ സാർ, ഈ ബ്രൈറ്റ് അക്കാദമിൻ്റെ സംഘടിപ്പിച്ച ഈ യാത്രൻ്റെ ഇതിലാണ് എനിക്ക് കിട്ടിക്കുന്ന അവസരം യാത്ര ഇപ്പോൾ പറയാനുള്ളത്. യാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം ഇവിടെ കൊടക്കനാലിൽ പോയി. ഉള്ള നല്ലൊരു അനുഭവമായിരുന്നു അത്. ഇവിടുന്ന് രാത്രി 10 മണിക്ക് പോയി രാവിലെ 7 മണിക്ക് കൊടക്കനാലിലെത്തി. അതേമാതിരി അവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കുറേ സ്ഥലങ്ങളെല്ലാം കണ്ടു, എല്ലാം കഴിഞ്ഞു. പിന്നെ മഴ ആയിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം കണ്ട്. അതേമാതിരി മഴ ഉണ്ടായാലും അതിന് വേറൊരു സെറ്റപ്പ് അവിടെ സാറാപത്തിന് അവിടെ സംഘടിപ്പിച്ച് തന്നിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ ആ തണുപ്പൊക്കെ അതിലായിട്ട് പോയി. എന്തായാലും
യാത്ര നല്ലൊരു അനുഭവമായിരുന്നു. ആ യാത്ര ഇവിടെ പിറ്റേ ദിവസം രാത്രി ഒരു 12:30 മണിയത്ത് തിരിച്ചെത്തി. ഞാൻ ഒരു മണിയത്ത് 1:15 വീട്ടിലെത്തി. ഒക്കെ യാത്ര നല്ല സുഖമായിരുന്നു, ഒക്കെ സുഖമായിരുന്നു. യാത്ര എന്ന് പറഞ്ഞാൽ എന്തൊരു യാത്ര ഒരു അനുഭവം നല്ല സുഖമുള്ള ഒരു കാര്യം തന്നെയാണ്. യാത്ര തന്നെയാണ് പിന്നെ ഒരു ഇതിൽപ്പെട്ട. അതേമാതിരി തന്നെ